നമസ്കാരം. അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്നത് സമുദ്രപാതകളെയാണ്. എന്നാൽ ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സമാനമായ സാഹചര്യങ്ങൾ നമ്മുടെ സമുദ്രയാത്രകളെ എങ്ങനെ ബാധിക്കുന്നു? ലണ്ടനിൽ നടന്ന അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുടെ യോഗത്തിൽ ഇന്ത്യ ഉയർത്തിയ ശക്തമായ നിലപാടുകൾ എന്തൊക്കെയാണ്? നമുക്ക് പരിശോധിക്കാം. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കടൽപാതകളിലൊന്നാണ് ഹോർമുസ് കടലിടുക്ക്. ആഗോളതലത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വലിയൊരു ഭാഗം കടന്നു പോകുന്നത് ഇതിലൂടെയാണ്. ഇന്ത്യയുടെ ഹൈക്കമ്മീഷണർ വിക്രം ദൊരൈസ്വാമി IMOയിൽ വ്യക്തമാക്കിയത് ഒരു കാര്യമാണ്: ഈ പാതയിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ല. ഇത് കേവലം ഒരു രാജ്യത്തിൻ്റെ പ്രശ്നമല്ല, മറിച്ച് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന നീക്കമാണ്. വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും കപ്പലിലെ ജീവനക്കാരുടെ ജീവന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇതിൽ വലിയൊരു വിഭാഗം ഇന്ത്യക്കാരായ നാവികരാണ് എന്നതാണ് നമ്മുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. കപ്പലുകളുടെ സുരക്ഷിതമായ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഇന്ത്യ തുറന്നടിച്ചു. യുദ്ധം നടക്കുന്നത് കരയിലാണെങ്കിലും അതിൻ്റെ ആഘാതം സമുദ്രങ്ങളിലേക്ക് പടരുന്നത് വലിയ അപകടത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ വാർത്തയിലെ മറ്റൊരു പ്രധാന വശം മറൈൻ പൊല്യൂഷൻ അഥവാ സമുദ്ര മലിനീകരണമാണ്. വിക്രം ദൊരൈസ്വാമി ഉന്നയിച്ച ഏറ്റവും വലിയ ഭീതിയും ഇതുതന്നെയാണ്. ആക്രമിക്കപ്പെടുന്ന കപ്പലുകളിൽ നിന്ന് എണ്ണച്ചോർച്ചയുണ്ടായാൽ അത് സമുദ്രത്തിലെ ജൈവ വൈവിധ്യത്തെ എന്നേക്കുമായി ഇല്ലാതാക്കും. ഒരു കപ്പൽ തകരുന്നത് സാമ്പത്തിക നഷ്ടം മാത്രമല്ല, മറിച്ച് വരും തലമുറകൾക്ക് കൂടി ദോഷകരമാകുന്ന പരിസ്ഥിതി ദുരന്തം കൂടിയാണ്. ഇത് തടയാൻ ലോകരാഷ്ട്രങ്ങൾ ഒന്നിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നു. ഇന്ത്യയുടെ ഈ നിലപാട് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. സമുദ്രങ്ങൾ സമാധാനപരമായിരിക്കണം, വ്യാപാരം തടസ്സമില്ലാതെ നടക്കണം. ഇതാണ് ഇന്ത്യയുടെ നയം. പശ്ചിമേഷ്യയിലെ അശാന്തി സമുദ്രപാതകളെ വിഴുങ്ങാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സുരക്ഷിതമായ നാവിക യാത്രകൾക്കായി നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.